ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മറൈൻ എക്സ്പോ എന്നൊരു എക്കോ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് നമ്മൾ പോയി കണ്ടതാണ്. അതിനേക്കാൾ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം ഉള്ളത് മത്സ്യകന്യകമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അവിടെ എത്തി, ടിക്കറ്റൊക്കെ എടുത്തു, നമ്മൾ കയറുകയാണ്. 120 രൂപയാണ് ഒരു ടിക്കറ്റിന്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ പേരുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് കാണുക പോരെ, അത്രയേ ഉള്ളൂ. അതിൻ്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ അതാ ഇഷ്ടംപോലെ പേരറിയാത്ത കുറേ മീനുകളെ നമ്മൾ കണ്ടു. കുറേ നല്ല തിരക്കും ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ 2 സൈഡിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിനും ഉണ്ട്. അപ്പോൾ അതാ കാണുകയാണ്. കുഞ്ഞൂസും പാറൂസും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മളൊരു അണ്ടർ വാട്ടറിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കൂടെ കിട്ടുക കേട്ടോ. കാരണം നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ നമ്മുടെ ചുറ്റിനും മീനുകൾ ഓടി നടക്കുന്ന കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കണ്ടതുകൊണ്ട് ഇതിന് വലിയൊരു ഫീലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ. അതാ പടം വരച്ച് വെച്ചിരിക്കുന്ന പോലാണ് ഫിഷസ്. ഇങ്ങനെ നല്ല രസത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ചില മീനുകളൊക്കെ ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തരുന്ന പോലെ നമുക്ക് പോസ് ചെയ്ത് തരുന്നതാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്ന് തരും. അതാ പാറും കുഞ്ഞിനും തകർത്ത് ഫോട്ടോ എടുക്കുകയാണ്. ഇതെല്ലാം കണ്ടതായിരുന്നുകൊണ്ട് നമ്മൾ മത്സ്യകന്യകനെ കാണാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം പരസ്യത്തിലൊക്കെ ഒരു 3 മത്സ്യകന്യകമാർ നിൽക്കുന്ന ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മത്സ്യകന്യകമാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മത്സ്യകന്യകയെ ഉണ്ടായിരുന്നുള്ളൂ. അതും പിന്നെ ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ നിരാശരായിട്ടോ. കാരണം ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്ഥലമൊന്നും കാണുന്നില്ല. ഞങ്ങൾ വിചാരിച്ചതൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻട്രി ചെയ്തപ്പോഴത്തേക്കും അവിടെ നമ്മുടെ മത്സ്യകന്യക ഒരാണ് കേട്ടോ. ഈ ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സ്യകന്യക എന്ന് പറയുന്ന ഒരു ഇതിൽ നമ്മൾ നേരിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേഷത്തിലൊക്കെ. എന്ത് രസമാണല്ലേ. പക്ഷെ അവരെ സമ്മതിക്കണം. അതായത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ചേട്ടനാണ്. അതും പാറക്കുട്ടിക്ക് ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞൂസിന് ഭയങ്കര പേടിയായിരുന്നു. കുഞ്ഞൂസ് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളത്തിലുള്ള ആൾക്കാരെയൊക്കെ കുഞ്ഞൂസിന് പേടിയാണെന്ന് കുഞ്ഞൂസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ അതും കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ അക്വോ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് കുറേ എക്സിബിഷനുകളാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികളെ കരയിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും. പക്ഷേ അതാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനാണെങ്കിൽ തൊട്ടാ പൊള്ളുന്ന വിലയായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കടന്ന് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയവർക്കും ചെറിയവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന. അങ്ങനെ ശ്രുതി ബോളെറിഞ്ഞ് പ്രൈസ് വാങ്ങുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 3 ഗെയിമുകളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും നമുക്ക് പ്രൈസ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും മത്സരിച്ചു, ശ്രുതിയും ചെയ്തു നോക്കി, പക്ഷേ കിട്ടിയില്ലായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ കുട്ടികളുടെയൊക്കെ കുറേ അമ്യൂസ്മെൻ്റ് ആണ് കേട്ടോ. അതെന്ന് വെച്ചാൽ കളിക്കാൻ വേണ്ടിയിട്ട് വലിയവർക്കും കയറാം. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഇതാ സെൽഫിയൊക്കെ എടുക്കാൻ വരുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറി പക്ഷേ പാറ അപ്പം തന്നെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറ്റി പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്രിക്കടവിലുള്ള ഹോട്ടലിൽ കയറിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ മന്തി ഹോട്ടലാണ്. അവിടെ നിന്ന് നമ്മൾ അൽഫം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ ഇന്നത്തെ സൺഡേ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു.